സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. പഴയ കാലത്ത് എഴുതിയിരുന്നത്, ഓണപ്പാട്ടുകൾ എഴുതിയിരുന്നത് വളരെ പ്രശസ്തരായിരുന്നു. യേശുദാസ് പാടുമ്പോൾ അതിനൊരു നിറവുണ്ട്. എന്ത് മൂട്, സദ്യ മൂട്, എന്ത് മൂട്, പപ്പടം മൂട്. ഇന്ന് ഭേദപ്പെട്ട രീതിയിൽ പാട്ടെഴുതുന്ന ഒരേ ഒരാൾ എന്ന് തന്നെ ഞാൻ പറയും, റഫീഖ ഉമർ. തുമ്പപ്പൂക്കളത്തിൽ തിരുവോണത്തിന് തുമ്പി തുള്ളാനിരുന്നപ്പോൾ, അപ്പോഴാണ് വയലാർ ഈ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ എന്ന് പറയുന്ന ആ അതിമനോഹരമായ ഗാനം. 54 ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ നീലക്കുയിലിലെ പാട്ടുകൾ ഇന്നും 4-5 തലമുറ ആ പാട്ട് ഇറങ്ങിയിട്ട് എത്രയോ, 54 ഇറങ്ങിയത്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഗാന നിരൂപകനും എഴുത്തുകാരനുമായ ശ്രീ ടി പി രാജു എന്ന ശ്രീ ടി പി ശാസ്തമംഗലമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ടി പി ശാസ്തമംഗലം. നമസ്കാരം. ഇപ്പം നമ്മളൊരു ഓണക്കാലത്താണ് സംസാരിക്കുന്നത്. അന്നേരം ഈ ഓണപ്പാട്ടുകൾ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഓണം വരുമ്പോൾ ഓണപ്പാട്ടുകൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. തരംഗിണിയുടെ പാട്ടുകൾ, അങ്ങനെ വ്യത്യസ്ത ഗായകരുടെ അന്ന് കാസറ്റുകളുള്ള കാലമാണ്. അതെ. പിന്നീട് CD ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഓണപ്പാട്ടുകളുടെ കാലം തീർന്നു, ഓണപ്പാട്ടുകൾ മരിച്ചോ? ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞും കണ്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. കാരണം കാസറ്റ് യുഗം തന്നെ അവസാനിച്ചു. അതെ. പിന്നീട് CD വന്നു, CD-യും ഇല്ല. അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഓണം കടന്നു വരുന്ന പാട്ടുകളുണ്ട്. ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഓണം കടന്നു വരുന്ന പാട്ടുകളുണ്ട്. അതുകൂടാതെ ഓരോ ഓണത്തിനും തരംഗിണിയെ പോലുള്ള വളരെ പ്രശസ്തമായ കാസറ്റ് കമ്പനികൾ കാസറ്റ് ഇറക്കുമായിരുന്നു. അത് 1,00,000 കാസറ്റൊക്കെ ആയിരുന്നു അന്ന് ചിലവായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ ചലച്ചിത്ര ഗാനങ്ങളെയും വെല്ലുന്ന പാട്ടുകളായിരുന്നു പലതും. അതെ. ഇന്ന് അങ്ങനെ കേൾക്കാനില്ല. പക്ഷേ യൂട്യൂബിൽ അപൂർവമായി ചിലരെല്ലാം പാട്ടുകൾ ഇടുന്നുണ്ടെങ്കിലും ആ പഴയ നിലവാരമോ, അന്ന് അതിന് കാരണം പഴയ കാലത്ത് എഴുതിയിരുന്നത്, ഓണപ്പാട്ടുകൾ എഴുതിയിരുന്നത് വളരെ പ്രശസ്തരായിരുന്നു. പ്രശസ്തരെന്ന് വെച്ചാൽ പ്രഗത്ഭരുമായിരുന്നു. ഇപ്പം ശ്രീകുമാരൻ തമ്പിയും രവീന്ദ്രനും ചേർന്നുള്ള ഓണപ്പാട്ടുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ഉത്രാടപ്പൂ നിലാവേ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. പിന്നെ ONV സാറും ആലപ്പി രംഗനാഥും ചേർന്നുള്ള തരംഗിണിയുടെ തുടക്കകാലത്തൊക്കെ അങ്ങനെ. പക്ഷേ ഈ പാട്ടുകളെല്ലാം പാടിയിരുന്നത് നമ്മൾ ദാസേട്ടനെന്ന് വിളിക്കുന്ന ഗാനഗന്ധർവൻ യേശുദാസാണ്. അപ്പോൾ അതിൻ്റെ ഒരു യേശുദാസ് പാടുമ്പോൾ അതിനൊരു നിറവുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ആ പാട്ടുകൾ വിജയിച്ചത്. അന്ന് കാത്തിരുന്ന്, ഈ പറഞ്ഞത് ശരിയാണ്, കാത്തിരുന്ന് ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമായിരുന്നു. ഓണപ്പാട്ടുകൾ സിനിമയിൽ നോക്കുമ്പോഴും ഓണപ്പൂവേ എന്നുള്ള പാട്ട് ONV സാറിൻ്റെ പാട്ടുകൾ ഈ ഗാനം മറക്കുമോ എന്നുള്ള സിനിമയിൽ. അതുപോലെ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരുപാട് ഓണപ്പാട്ടുകൾ ഈ പറയുന്ന കാസറ്റുകളിലായിരുന്നെങ്കിലും സിനിമകളിലാണെങ്കിലും. അതുപോലെ പൂവിളി പൊന്നോണമായി എന്ന് പറയുന്ന പാട്ട് വളരെ പ്രശസ്തമാണ് ഈ ശ്രീകുമാരൻ തമ്പി. അതെ, അതിപ്പോഴും പല ഓണാഘോഷ ഓണം വന്നു കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെയാണ് കൂടുതലും കേൾപ്പിക്കുക. ഒരർത്ഥത്തിൽ നോക്കിയാൽ ശ്രീകുമാരൻ തമ്പിയാണോ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ എഴുതിയത്? ഏറ്റവും നല്ല പാട്ടുകളെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം എഴുതിയ പാട്ടുകളും നല്ലതാണ്. ONV സാർ എഴുതിയിട്ടുണ്ട്, ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്, വയലാർ എല്ലാവരും. ഈ സിനിമയിൽ ഓണം ഒരു ഘടകമായി വന്നപ്പോൾ ഇപ്പോഴാണ് ഓണം ഒരു ഘടകമല്ലാതായി മാറിയത്. ഓണം പ്രത്യേകിച്ച് ഓണത്തിന് ഇറങ്ങുന്ന സിനിമകളിലെല്ലാം ഓണപ്പാട്ട്. അതെ. ഇപ്പൊ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിലും ഓണം അതിൽ പരാമർശ വിഷയമാവുന്നില്ല. അതെ. അതുമല്ല, ഓണം ഈ അടുത്ത കാലത്ത് വന്ന സിനിമ സാഹസം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ഒരു ഓണപ്പാട്ടുണ്ടായി. പറ 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 പറക്കണ പൂവേ കളറ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു പാട്ടാണ്. അതിൽ ഈ ഓണത്തെ പരാമർശിക്കുന്നുണ്ട്, ശക്തമായി പരാമർശിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യോത്തര രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് മൂട് ഓണം മൂട്, എന്ത് മൂട് അത്തം മൂട്, എന്ത് മൂട് മുണ്ട് മൂട്, എന്ത് മൂട് സാരി മൂട്, എന്ത് മൂട് സദ്യ മൂട്, എന്ത് മൂട് പപ്പടം മൂട്, ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അരോചകമായി തീരുന്ന രീതിയിൽ ആ പാട്ട് ഇറങ്ങിയ കാലത്ത് വളരെ ഹിറ്റായി എന്നാണ് അവരവകാശപ്പെടുന്നത്. ഹിറ്റായി എന്ന് പറയുന്നത് ഈ പൂർണ്ണമായും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു പാട്ടിനാണ് നമ്മൾ ഹിറ്റായി എന്ന് പറയുന്നത്. ഇപ്പം പഴയ നീലക്കുയിലിലെ പാട്ടുകൾ 54 ഇറങ്ങിയ പാട്ടുകളാണ്, 1954 വന്ന. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങൾ അത് പാടുന്നു. അതായത് അപ്പോൾ അതാണ് ശരിക്കും ഹിറ്റ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ സാഹസത്തിലെ പാട്ടുകൾ കഷ്ടിച്ച് 1 മാസം നിന്നു, അത് കഴിഞ്ഞപ്പോൾ അത് മറഞ്ഞുപോയി. എനിക്ക് തോന്നുന്നു ഒടുവിലിറങ്ങിയ സിനിമാ പാട്ടിൽ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ തിരുവാവണി രാവ് എന്നുള്ള പാട്ട്, അത് വളരെ ഉണ്ണിമേനോൻ പാടിയത്. അതെ, അതാണ് നമുക്ക് എടുത്തു പറയാവുന്ന
ഏറ്റവും ഒടുവിലിറങ്ങിയ ഭേദപ്പെട്ട പാട്ട് ഇതിപ്പോൾ നാട് മുഴുവൻ ഓണാഘോഷം നടക്കുമ്പോൾ ഈ പാട്ട് വളരെയധികം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പൂവിളി പൊന്നോണമായി. അതെ അതെ അതെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ഓണപ്പാട്ട് ഏതാണ്? എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പം ഈ പറഞ്ഞ പൂവിളി പൂവിളി പൊന്ന, കാരണം ആ ഓണത്തിൻ്റെ ഒരു വരവറിയിക്കുന്ന, പൂവിളി എന്ന് പറയുന്നത് തന്നെ ഓണത്തിൻ്റെ ഒരു വരവറിയിക്കുന്നതാണല്ലോ. കാരണം പണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾ ഒത്തുചേർന്ന് അതിരാവിലെ പൂ ശേഖരിക്കാൻ പോകുന്നതും അത് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് വീട്ടുമുറ്റങ്ങളിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നതും ഒക്കെ നമുക്കൊരു ഗൃഹാതുരത്വ അല്ലേ, ഗൃഹാതുരത്വമാണ്, ആ ഓർമ്മകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകൾ ഇന്നും പ്രസക്തമാണ്. പിന്നെ തിരുവോണ പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ തിരുവോണം മറ്റേത് വിഷുക്കണി എന്ന സിനിമയിലാണ്. വിഷുക്കണി എന്ന സിനിമയിലാണ് പൂവിളി. ആ വിഷുക്കണിക്കകത്ത് എങ്ങനെ ഓണം വന്നു എന്നുള്ളത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ അത് ഒന്നാന്തരം പാട്ടായപ്പോൾ അതിനകത്ത് നമ്മൾ ആ പാട്ട് എല്ലാവരും ഏറ്റെടുത്ത ഒരു പാട്ടാണ്. അതുപോലെ തന്നെ മറ്റേത് ശ്രീകുമാരൻ തമ്പി എഴുതിയിരിക്കുന്ന പാട്ട് തന്നെയാണ്. തിരുവോണം എന്ന സിനിമ തന്നെയാണ്. അതിൽ വാണിജ്യറമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതെ അതെ. ഇപ്പോൾ അന്നേരം ഫലത്തിൽ ഓണപ്പാട്ടുകൾ ഇല്ലാതായി എന്ന് പറയാം. ഇല്ല ഫലത്തിലില്ല. കാസറ്റിൻ്റെയും സി ഡിയുടെ എല്ലാം കാലം കഴിഞ്ഞ് യൂട്യൂബിലും അങ്ങനെ ആൾക്കാരങ്ങനെ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പുതുതായിട്ട് പാട്ട് എഴുതി വരുന്നവർ എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഈ രംഗത്ത് സജീവമായി നിന്ന ഇപ്പം ബിച്ചു തിരുമല, അല്ലെങ്കിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി, അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി, അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർ, യൂസഫ് അലി കേച്ചേരി, ഇവരൊക്കെ ആയിരുന്നു ഈ ഇപ്പോൾ യൂസഫ് അലി കേച്ചേരി തരംഗണിയുടെ 2 or 3 കാസറ്റുകൾക്ക് ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ MS വിശ്വനാഥൻ ട്യൂൺ ചെയ്ത പാട്ടുകളൊക്കെ ഒന്നാന്തരമാണ്. യൂസഫ് അലി കേച്ചേരിയുടെ ചില പാട്ടുകൾക്ക് പ്രത്യേക ഒരു ഗുണമുണ്ട്. അതായത് ഉത്രാട രാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ട് ആ ഒരു കാസറ്റിൽ. അപ്പോൾ അത് ഈ പറനാട്ടിൽ ഓണത്തിന് വന്നു ചേരാൻ, സ്വന്തം നാട്ടിൽ വീട്ടിൽ വന്നു ചേരാൻ ഒക്കാത്തതിൻ്റെ ഒരു ദുഃഖം പങ്കുവയ്ക്കുന്ന പാട്ടാണ്. എന്ന് പറഞ്ഞാൽ അതായത് ഈ അച്ഛൻ വരുമെന്ന് കരുതി കുട്ടികളും ആ കുട്ടികളുടെ അമ്മയും കാത്തിരിക്കുന്നു. അപ്പോൾ ഉത്തരാട രാത്രിയിൽ ആ നിലാവ് കാണുമ്പോഴാണ് ഓണത്തെക്കുറിച്ചുള്ള ആ ചിന്തകളെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. ഒന്നാന്തരം പാട്ടത്. അന്നത്തെ കാലത്ത് ഈ പ്രഗത്ഭരുടെയൊക്കെ കാലത്ത് ഓണപ്പാട്ടുകളെ വിമർശിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അക്കാലത്ത് ഇറങ്ങിയ ഓണപ്പാട്ടുകളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മികച്ചതായിരുന്നു. ഇപ്പം രചനയായിരുന്നാലും, കാരണം ഇപ്പം പ്രഗത്ഭരാണ് എഴുതുന്നത്. പ്രഗത്ഭരെന്ന് പറഞ്ഞാൽ ഈ തെറ്റുകൂടാതെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരും കവിത്വമുള്ള കവികളായിരുന്നു അന്ന് പാട്ട് എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് അതിനെ വിമർശിക്കേണ്ടി വരാത്തത്. അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞോ? അങ്ങനെയുള്ള ആൾക്കാരില്ലല്ലോ ഇപ്പോൾ എടുത്തു പറയാവുന്ന ഗാനരചയിതാക്കൾ എന്ന് പറയുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് ഭേദപ്പെട്ട രീതിയിൽ പാട്ട് എഴുതുന്ന ഒരേ ഒരാൾ എന്ന് തന്നെ ഞാൻ പറയും, റഫീഖ ഉമ്മദാണ്. റഫീഖിൻ്റെ പാട്ടുകളാണ്. പക്ഷേ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവാണ്. അദ്ദേഹം തന്നെ എന്നെ അടുത്ത കാലത്ത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പുതിയതായിട്ട് പാട്ട് എഴുതാൻ ചെല്ലുമ്പോൾ ആദ്യമേ അവർ പറയും കവിതയൊന്നും നമുക്ക് വേണ്ട. ഇപ്പം വെറുതെ വാക്കുകൾ അടിക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഒരു ബന്ധവുമില്ലാത്ത ചില വാക്കുകളാണ് ഇന്ന് ചില പാട്ടുകളിൽ പ്രയോഗിച്ചത്. ഇപ്പം വാഴ സെക്കൻഡ് പാർട്ട് വന്നു. അതിൽ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നൊരു പാട്ടുണ്ട്. അത് കൊച്ചുകുട്ടികളിങ്ങനെ പാടിക്കൊണ്ട് നടക്കും, അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല. തൂക്കി ചുവന്ന കരങ്ങളോടെ എൻ്റെ കൊച്ചുമോനും എപ്പോഴും പാടുന്നൊരു പാട്ടാണത്. പക്ഷേ അത് നമുക്കൊരു നല്ല ചലച്ചിത്ര ഗാനമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ തന്നെ വാനിലച്ചെടിയെ എന്നൊരു പാട്ടുണ്ട്. വാനില കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്തിട്ടാണ് ചെടിയെ പാടുന്നത്. ഇപ്പോൾ മലയാളം അറിയാവുന്ന ഒരാൾ വാനിലച്ചെടി എന്ന് കൂട്ടക്ഷരത്തിൽ ദ്വിത്വസന്ധിയോട് കൂടിയേ പ്രയോഗിക്കുകയുള്ളൂ. അതൊരു ഭാഷയുടെ ഒരു പൊതു തത്വമാണ്. പക്ഷേ വാനില ചെടിയെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പം തന്നെ ഭാഷയോട് സ്നേഹമുള്ളവർക്ക് ഒരു അയോജകമായി തോന്നും. ഈ വാക്കുകൾ അടുക്കി കൂട്ടി ഈണത്തിനനുസരിച്ച് എന്തെങ്കിലും പാടുക എന്നുള്ളതാണ്. അതെ. പണ്ട് പൂക്കളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും പ്രകൃതിയുടെ വരദാനങ്ങളെന്ന് നമ്മൾ പറയുന്നതിനെക്കുറിച്ചെല്ലാം കവിത എഴുതിയിട്ടുണ്ട്, ഗാനം എഴുതിയിട്ടുണ്ട്. ഒ എൻ വി സാറായിരുന്നാലും, ഒ എൻ വി സാറൊക്കെയാണ് ഒരുപക്ഷെ ഭാസ്കരൻ മാഷ് നമ്മുടെ മലയാള മണ്ണിൻ്റെ മണം ഉള്ള പാട്ടുകൾ സമ്മാനിച്ച ആളാണ് ഭാസ്കരൻ മാഷ്. ഈ പാട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞ വാനിലച്ചെടിയെ എന്നുള്ളതിൽ മണ്ടരി, മീലിമുട്ട എന്നൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ചില കീടങ്ങളുടെ വാക്കുകളാണ് വരുന്നത്. അല്ലോ ചോക്കു. അപ്പോൾ എത്ര അത് മീലിമുട്ട എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ പച്ചക്കറികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം കീടമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ഒരു മനസ്സിനൊരു തൃപ്തി വരില്ല.
അങ്ങനെ അപ്പോൾ ഉള്ള സിനിമാ ഗാനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നില്ലല്ലോ അല്ലേ പൊതുവെ? അല്ല, ഇത് സിനിമാ ഗാനമാണ്, ഇത് സിനിമാ ഗാനമാണ്. അല്ല, അത് ഇതുപോലുള്ള ഗാനങ്ങളല്ല ഞാൻ ചോദിച്ചത്. വളരെ മികച്ച സിനിമാ ഗാനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ? ഓണം അല്ലാതെ തന്നെ നോക്കിയാൽ? ഇല്ല 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 ഇല്ല, പൂർണ്ണമായിട്ടും ഇല്ല. കാരണം ഇപ്പോഴത്തെ സിനിമാ പാട്ടിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് സിനിമാ പാട്ട് എന്ന പേരിലാണെന്ന് മാത്രം. ഇപ്പോൾ നമുക്ക് പിന്നെ നല്ല കവിതകളുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ ഓണപ്പതിപ്പുകൾ എല്ലാം ഇറങ്ങി. കേരള കൗമുദിയുടെ ഉൾപ്പെടെ ഓണപ്പതിപ്പുകൾ ഇറങ്ങി. എല്ലാത്തിലും പിന്നെ കവിതകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പം ശ്രീകുമാരൻ തമ്പിയുടെയും പിന്നെ പ്രഭാവർമ്മയുടെയും സച്ചിദാനന്ദൻ്റെയൊക്കെ കവിതകളുണ്ട് പലതിലും. ആ കവിതകൾ വായിച്ചാൽ അറിയാം ആ കവിതകൾക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന്. അതേസമയം ആ സ്ഥാനത്ത് ഇന്നിറങ്ങുന്ന സിനിമകളിലെ പാട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് രണ്ടാമതൊരു ആവർത്തി പോലും കേൾക്കാൻ തോന്നാത്ത പാട്ടുകളാണ്. പണ്ട് സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു പാട്ട്. കാരണം പാട്ടുകൾ തയ്യാറാക്കുന്ന 9ഉം 10ഉം പാട്ടുകളൊക്കെ ഉള്ള അതിമനോഹരമായ പഴയ കാലങ്ങൾ. കുട്ടിക്കാലത്തല്ല, ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, കലാലയത്തിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സിനിമ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അതിലെ പേര് നോക്കും. അതിൽ വയലാർ ദേവരാജൻ എന്ന് പേരടിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഞാൻ കണ്ടിരിക്കും. ഒരു തവണയല്ല, പലതവണ. കാരണം അന്ന് എനിക്ക് ഈ വീട്ടിൽ പിന്നെ നമുക്ക് ഇതില്ല, ഈ ടേപ്പ് റെക്കോർഡറൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം ആവർത്തിച്ച് പാട്ട് കേൾക്കണമെങ്കിൽ ഈ സിനിമ കാണുകയും മാർഗമുള്ളൂ. പിന്നെ റേഡിയോയിലാണെങ്കിൽ റേഷൻ പോലെയാണല്ലോ കുറച്ച് പാട്ട്, ഈ വരുന്ന പാട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആ പാട്ടുകൾ എന്നിട്ടും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. കാരണം അത്തരം വരികളാണ്. പിന്നെ ഇപ്പോൾ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എന്നൊരു പാട്ടിറങ്ങി. ആ പാട്ട് അതിനകത്ത് ചിലർ അതിനകത്ത് കുറച്ചൊരു പിന്നെ മോശമായ സ്ഥിതിയൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. കാരണം തങ്കഭസ്മ അതിനകത്ത് വിഷുവുണ്ട്, പിന്നെ തിരുവോണമുണ്ട്, പിന്നെ പൂജവെയ്പ്പുണ്ട്. മലയാളത്തിൻ്റെ ഈ ആഘോഷങ്ങൾ, ഉത്സവങ്ങളെല്ലാം വയലാർ കൊണ്ട്. അതിന്റെ തുടക്കം തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ എന്ന് പറഞ്ഞു. ഇതായിട്ടൊരു അശ്ലീല, അതിനകത്തൊരു കുറ്റാരോപണം ഉണ്ട്. പക്ഷേ തുമ്പപ്പൂക്കളത്തിൽ തിരുവോണത്തിന് തുമ്പി തുള്ളാനിരുന്നപ്പോൾ പൂക്കിലെ കതിരുകൾക്കിടയിലൂടെ എന്നെ നീ നോക്കിക്കൊതിപ്പിച്ചതോർമ്മയില്ല. ഈ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ ആ വരികളുമായിട്ട് ലയിച്ചു പോകും. കാരണം ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, കൂട്ടുകുടുംബത്തിൽ പ്രേം നസീറും ശാരദയുമാണ് നായകൻ നായികയായിട്ട് വരുന്നത്. ഈ മുറപ്പെണ്ണാണ് പിന്നെ നായിക. അപ്പോൾ കൂട്ടുകുടുംബമാണ് ആ പേര് തന്നെ, സിനിമയുടെ പേര് തന്നെ കൂട്ടുകുടുംബമാണ്. അപ്പോൾ ആ കൂട്ടുകുടുംബമാകുമ്പം ഈ ആഘോഷങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ തിരുവോണമാകുമ്പോൾ അവിടെ തുമ്പിതുള്ളലുണ്ടാകുന്നു. പൂക്കളത്തിന് മുമ്പിൽ ഈ നായിക പൂക്കലയും പിടിച്ചോട്ടിങ്ങിരിക്കും. അപ്പോൾ ഈ പൂക്കല പിടിക്കുമ്പോൾ പൂക്കല പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വിടർന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മൾ വിവാഹത്തിനൊക്കെ ഈ പറക്കകത്ത് വെച്ചിരിക്കുന്ന പൂക്കല കണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ സ്പേസ് വരും. അതിൻ്റെ ഇടയിലൂടെ ഒളികണ്ണാൽ ഈ നായകനെ നോക്കിക്കൊതിപ്പിച്ച് ആ നായകൻ്റെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. നമ്മളായിരുന്നു എങ്കിൽ ആ നായകനെന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് വയലാറിൻ്റെ രചനയുടെ അത്ര മനോഹരമായ ഭാവന. നോക്കിക്കൊതിപ്പിച്ചത് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഈ എത്ര സഫ്യമായിട്ടാണ് ഒരു വികാരം പ്രകടിപ്പിക്കുന്നത്. നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ, രഹസ്യമുണ്ടോ ആദ്യം. അടുത്തതില് നീയും ഞാനും നമ്മുടെ ദാഹവും കൈമാറാത്ത രഹസ്യമുണ്ടോ. അതിൻ്റെ അത് എല്ലാ അർത്ഥവും അടങ്ങിയിട്ടില്ലേ? അർത്ഥം മാത്രമല്ല, ആ പാട്ടിൻ്റെ തുടക്കം തന്നെ അർത്ഥമുള്ളതാണ്. കാരണം സംഗമം ത്രിവേണി സംഗമം. ത്രിവേണി എന്ന് പറഞ്ഞാൽ 3 നദികൾ ചേർന്നതാണ്, ഗംഗയും യമുനയും അദൃശ്യ നദിയായ സരസ്വതിയും. ഗംഗ എന്ന് പറയുന്ന നദി നമ്മുടെ ഏറ്റവും പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും നെടുന്തൂണായ 2 നദികളാണ് ഗംഗയും യമുനയും. അതിൻ്റെ അദൃശ്യമായ നദി ഇപ്പോഴും അദൃശ്യമായി അത് ഒഴുകുന്നെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. അപ്പോൾ ഈ ഞാനും നീയും, ഞാൻ ഗംഗയാണെങ്കിൽ നീ യമുനയാണ്. നമ്മുടെ പ്രേമം അദൃശ്യമാണ്. അതാണ് സരസ്വതി നദി. അവിടെയാണ് ത്രിവേണി എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പം വയലാർ ഈ സംവിധായകനെയും കടത്തി വെട്ടി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. കാരണം ആ ത്രിവേണി എന്ന് പറയുന്ന സംഗമം ഇവരുടെ ജീവിതത്തിലെ, അതായത് പ്രണയത്തിൻ്റെ ഒരു പുതിയ പരിവേഷമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത്ര പ്രതിഭാശാലികളായിട്ടുള്ള ഗാനരചയിതാക്കളാണ് വയലാർ. ഏത് പാട്ട് എഴുതിയാലും വയലാറെന്നല്ല, പഴയ കാലത്തുള്ള ആൾക്കാർ അതിനകത്ത് ഇങ്ങനെയുള്ള ചില നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ കാണും. ഭാസ്കരൻ മാഷിൻ്റെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുര മുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ.
അതും വയലാർ എഴുതിയല്ലേ? അതെ, പണിതീരാത്ത വീട്. സുപ്രഭാതം സുപ്രഭാതം, ആ സുപ്രഭാതം എന്ന് പറഞ്ഞ പ്രയോഗം പോലും മലയാളിക്ക്, അന്ന് വരെ ഗുഡ് മോർണിംഗ് പറഞ്ഞ മലയാളിക്ക് അവരെ പിറ്റേ ദിവസം മുതൽ ഈ മലയാളത്തിന് സ്വന്തമായിട്ടൊരു വാക്കുണ്ട്. ഞാൻ അന്ന് കലാലയത്തിൽ പഠിക്കുമ്പോൾ ഞാൻ മലയാള ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച ആളാണ്. ഒരു ദിവസം എന്നെ പഠിപ്പിച്ച അധ്യാപകൻ AR ഗോപാലപിള്ള എന്ന് പറയും. അദ്ദേഹം മാന്നാറുകാരനാണ്. അസലായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് 93-ാമത്തെ വയസ്സിൽ മരിച്ചു. എന്നെയും വി മധുസൂദനൻ നായർ സാറിനെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ് മധുസൂദനൻ നായർ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വന്ന് സാറ് പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങൾ, അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ വരുമ്പോൾ പറയരുത്. അപ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. അപ്പോൾ സാറ് പറയണത് അതിന് കാരണമുണ്ട്. മലയാളത്തിന് സ്വന്തമായിട്ട് സുപ്രഭാതം എന്ന്, അതായത് ഗുഡ് മോർണിംഗ് എന്നുള്ളതിൻ്റെ നേരെ നല്ല തർജിമ ഇറങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ നിങ്ങൾ ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ പിന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ മതി. ഇതിങ്ങനെ പണിതീരാത്ത വീട് എന്നൊരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമ തുടങ്ങുന്നത് തന്നെ സുപ്രഭാതം എന്നുള്ള പാട്ടോട് കൂടിയാണ്. നിങ്ങൾ അത് പോയി കാണണം എന്നൊക്കെ ഞങ്ങളോട് സാറ് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞതല്ലേ എന്ന് ഞങ്ങളെല്ലാവരും ആ പടം പോയി കണ്ടു. പടം കണ്ടപ്പോഴോ അതിമനോഹരമായ KS സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകനെ കാൽക്കൽ ചെന്ന് നമസ്കരിക്കാൻ തോന്നിപ്പോകുന്ന ഒരു പടമാണ്. അത്ര മനോഹരമായ പാട്ട്. അതിലെ ശ്രീയോട് ഭൂമിച്ച കാവ്യഭാവന MS വിശ്വനാഥൻ പാടി. ഇത് ഈ സുപ്രഭാതം തന്നെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘം. ഈ രാവിലെ ഈ ആകാശത്തേക്ക് നോക്കിയാൽ മേഘം ഇങ്ങനെ ഇഴഞ്ഞു പോകും. അത് കണ്ടിട്ട് വയലാർ പറയുന്നു അത് വെള്ളിച്ചാമരം വീശുന്നതാണ്. അതിൻ്റെ അടുത്ത വരികളാണ് അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. ആ ഓരോ വാക്കിന് പ്രയോഗമുണ്ട്. അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിന്റെ നാലുകെട്ടിൻ്റെ പണിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോ. പ്രപഞ്ച മന്ദിരം എന്നുള്ള പ്രയോഗം തന്നെ ഉണ്ട്. അതാണ് ഞാൻ ഈ പാട്ട് ഞാൻ അന്ന് കേട്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു പ്രീ ഡിഗ്രിക്കാരന് അങ്ങനെയല്ലേ പറ്റൂ. അത് കഴിഞ്ഞ് ഞാൻ മുതിർന്നതിന് ശേഷം കോട്ടയത്ത് ഒരിക്കൽ പോയപ്പോൾ, ഏതൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ പാറപ്പുറം ഉണ്ടായിരുന്നു. പാറപ്പുറത്തിൻ്റെ ആണല്ലോ വളരെ പ്രശസ്തമായ ഈ കഥ. പാറപ്പുറത്തിൻ്റെ എല്ലാം പട്ടാള കഥകളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പിന്നെ ചോദിച്ചു, അങ്ങയുടെ നോവലിൽ, ഞാൻ ഈ നോവൽ പലതവണ വായിച്ചിട്ടുണ്ട് പണിതീര, അങ്ങയുടെ നോവലിൽ ഈ പ്രപഞ്ച മന്ദിരം പണിതീരാത്ത വീടാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആ നോവലിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രണയം, ജീവിതം തന്നെ ഒരു പണിതീരാത്ത വീടായി തീരുന്നു എന്നുള്ളതാണ്. കാരണം ജോസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ് ഈ പണിതീരാത്ത വീട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതാണ് കവിയും നോവലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഉത്തരമായിരുന്നു. കാരണം അതാണ് നോവൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വയലാർ ഈ വരികൾ എഴുതി കഴിഞ്ഞപ്പോൾ ഇത് പാട്ടായി വരുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. സേതുമാധവ സാർ പറയുന്നതാണെങ്കിൽ പിന്നെ ഇത് മൂന്നും ഉറക്കവും ഉപേക്ഷിച്ച് 3-4 ദിവസം ഇതെങ്ങനെ ചിത്രീകരിക്കുമെന്ന് ആലോചിച്ചിരുന്നു പോയതാണ്. ഇത് അദ്ദേഹം ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പെട്ടെന്ന് എഴുതിയതാണെന്നും ഉള്ളതാണ് വയലാർ. സേതുമാധവ സാർ എന്നോട് പറഞ്ഞതാണ്. അതായത് ഒരു ദിവസം അതിരാവിലെ ഇവരെല്ലാവരും മദ്രാശിയിലെ ഒരു ഹോട്ടലിൽ തമ്പടിച്ചിരിക്കുകയാണ്, ഈ ഇതിൻ്റെ അണിയറ പ്രവർത്തകരും എല്ലാം. വയലാർ പാട്ടൊന്നും എഴുതാതെ ഇങ്ങനെ നടക്കുന്നു. അപ്പം ഈ അന്ന് മലയാളം പത്രമൊന്നും പിന്നെ മദ്രാശി കിട്ടില്ല, ഇന്നാണെങ്കിൽ കിട്ടും. അപ്പോൾ അദ്ദേഹം ഹിന്ദു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൗണ്ടറിലിരുന്ന്, ഈ റിസപ്ഷൻ സേതുമാധവ സാറ്. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് വയലാർ കടന്നു വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അടുപ്പമുള്ളവരൊക്കെ കുട്ടാന്നാണല്ലോ വിളിക്കുക. അപ്പം സേതുമാധവൻ ചോദിച്ചു, കുട്ട പാട്ട് എഴുതിയില്ലല്ലോ, ഞാനൊന്ന് ശുചിമുറിയിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയ അദ്ദേഹം അതേ വേഗത്തിൽ പെട്ടെന്ന് തിരിച്ചു വന്ന് സേതുമാധവ സാറിൻ്റെ കയ്യിലിരുന്ന ഹിന്ദു പേപ്പർ പിടിച്ചു വാങ്ങി റിസപ്ഷനിൽ ചെന്ന് അദ്ദേഹം അവിടെ ഇരുന്ന ആളിൻ്റെ പേന വാങ്ങി ആ കൗണ്ടറിലിരുന്ന് പെട്ടെന്ന് എഴുതിയതാണ് സുപ്രഭാതം സുപ്രഭാതം. പറഞ്ഞാൽ വിശ്വസിക്കും. ആ പേപ്പറിൻ്റെ സൈഡിൽ പേപ്പറിൻ്റെ മാർജിനിൽ സേതുമാധവ സാർ പറഞ്ഞു, ഈ വരി ഇങ്ങനെ പേപ്പറിൽ പോലും ഒരു കടലാസിൽ മുഴുവനായിട്ട് എഴുതിയതാണല്ലോ, അവിടെ ഇങ്ങനെ കുറിച്ച് തന്ന വരികൾ. ഇത് വായിച്ചപ്പം തന്നെ എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. കാരണം ഇത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ ഇത്. അത് കഴിഞ്ഞ് അത് പിന്നെ MS വിശ്വനാഥൻ
അതിമനോഹരമായി ചിട്ടപ്പെടുത്തി ജയചന്ദ്രൻ പാടി. യേശുദാസ് പാടേണ്ടതായിരുന്നു, ജയചന്ദ്രൻ അവാർഡും കിട്ടിയ പാട്ട്. ജയചന്ദ്രൻ പ്രഥമ അവാർഡും കിട്ടി. അത് യേശുദാസ് പാടാത്തതിന് കാരണം അവർ തമ്മിൽ എന്തോ സൗന്ദര്യ പണക്കുണ്ടായിരുന്നു MS വിശ്വനാഥനുമായിട്ട്. അങ്ങനെയാണ്. അതാണ് ജയചന്ദ്രൻ്റെ ഒരു പിന്നെ ഭാഗ്യമായി അത് മാറി. ഇപ്പൊ തന്നെ ഓണക്കാലം എന്ന് പറയുമ്പോൾ വള്ളംകളിയുടെയും കാലമാണ്. അതെ. ഇപ്പൊ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാള്, ഈ പാട്ട് ഇപ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ ഈ ഓണാഘോഷത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഏതൊരു ആഘോഷത്തിന്റെ അവസാനം ഈ പാട്ട് വരും. അതെ, അതൊരു കാലാതിവർത്തിയായ ഗാനമല്ലേ? തീർച്ചയായിട്ടും. കാവാലം ചുണ്ടൻ എന്ന് പറയുന്ന സിനിമയിൽ അത് ഈ അങ്ങനെ ഒരു പാട്ട് പിന്നെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് തന്നെ അവർക്ക് പ്ലാനില്ലായിരുന്നു, ആദ്യം ഇല്ലായിരുന്നു. ഏതോ ഒരു ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു അവസരത്തിലാണ് അങ്ങനെ ഒരു പാട്ട് കൂടി ആയാൽ എന്ത് എന്നുള്ളൊരു ചർച്ച വന്നത്. അപ്പോഴാണ് വയലാർ ഈ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ എന്ന് പറയുന്ന ആ അതിമനോഹരമായ ഗാനം, അത് എനിക്ക് തോന്നുന്നു വയലാർ എഴുതിയതിനേക്കാൾ അതിന് നമുക്ക് മാർക്ക് കൊടുക്കേണ്ടത് ദേവരാജ മാഷിൻ്റെ സംഗീതമാണ്. കാരണം ഇത് നമ്മളെ ഈ എന്താ പറയുന്ന മനസ്സുകൊണ്ട് ആ വള്ളംകളിയോട് ആവേശം ഉണർത്തുന്ന തരത്തിലാണ് അദ്ദേഹം ട്യൂൺ ചെയ്ത് വെക്കുന്നത്, അല്ലേ? കൊച്ചു പെണ്ണെ കുയിലാളെ പിന്നെ ആ വായ്ത്താരികളെല്ലാം കൊടുത്തിരിക്കുന്നതും എല്ലാം അതനുസരിച്ചാണ്. അല്ല, ഈ ശ്രീകുമാരൻ തമ്പി, വയലാർ, ONV, ഭാസ്കരൻ മാഷ്, ഈ ഒരു ശ്രേണിയിൽ ഈ പലപ്പോഴും പണ്ട് പറയാറുണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പി സാർ എഴുതുന്ന പാട്ടുകളൊക്കെ ഇവരിൽ പലരുടെ അക്കൗണ്ടിൽ പോകുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് ഒന്നാമൻ എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. ഇപ്പം ഭാസ്കരൻ മാഷ് ആണ് മലയാള സിനിമയിലെ ഒരു കണക്കിന് മലയാള ഭാഷയുടെ പിതാവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഭാസ്കരൻ മാഷിനെയാണ്. കാരണം അദ്ദേഹമാണ് പിന്നെ അദ്ദേഹം ചന്ദ്രിക എന്ന് പറഞ്ഞ സിനിമയിലൂടെ 1950 കടന്നു വന്നെങ്കിലും 1954 നീലക്കുയിൽ മുതലാണ് മലയാള സിനിമാ ഗാനങ്ങൾക്കൊരു ദിശാബോധം കൈവരുന്നത്. കാരണം K. രാഘവൻ്റെ സംഗീതം, മലയാള മണ്ണിൻ്റെ മണമുള്ള സംഗീതം. അപ്പോൾ അതിൽ ഭാസ്കരൻ മാഷായിരുന്നു. അത് കഴിഞ്ഞ് ONV സാർ വരുന്നു 1955 കാലം മാറുന്നു എന്ന സിനിമയിലൂടെ. 56 കൂടപ്പിറപ്പിലൂടെ വയലാർ വരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കച്ചേരിയും വരുന്നത്. ഈ 5 പേരുമാണ് വാസ്തവത്തിൽ നമ്മുടെ മലയാള സിനിമാ ഗാനരചനാ ചരിത്രത്തിലെ നെടുന്തൂണുകൾ. കാരണം ഇതിലാര് മെച്ചം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ഓരോ ഇപ്പം ഭാസ്കരൻ മാഷിൻ്റെ ശൈലിയല്ല. ഭാസ്കരൻ മാഷ് തനി മലയാള ഇപ്പം പിന്നെ എന്താ തനി മലയാളമുള്ള വാക്കുകളാണ്, മലയാളിത്തമുള്ള വാക്കുകൾ, മലയാള മണ്ണിൻ്റെ മണമുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിക്കുക. വയലാർ അങ്ങനെയല്ല, കുറച്ചുകൂടി സംസ്കൃത പ്രചുരമായ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വന്ന അപ്സരശ്രീ. ഇപ്പോൾ ഇവിടെ ചുമടെടുക്കുന്നവനും അത് അർത്ഥമറിഞ്ഞിട്ടല്ല. വിപ്രലംബ ശൃംഗാരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചവർ മാത്രമേ വിപ്രലംബ ശൃംഗാരം അകന്നിരിക്കുമ്പോഴുള്ള വിരഹ അവസ്ഥയിലിരിക്കുന്ന ശൃംഗാരത്തെക്കുറിച്ചാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഭാഷ എടുത്ത് പഠിച്ചവർ, മലയാള ഭാഷ എടുത്ത് പഠിച്ചവർ മാത്രമേ അറിയുള്ളൂ. അതേസമയം തികച്ചും സാധാരണക്കാർ പോലും അതൊരു അപരിചിതത്വമില്ലാതെ പാടി. ഇപ്പം ഭാസ്കരൻ മാഷിൻ്റെ തന്നെ ഒരുപാട് പാട്ടുകൾ പിന്നെ നമുക്ക് ഇപ്പോൾ അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, അന്ന് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ആ അനുരാഗ കരിക്കിൻ വെള്ളം എന്നുള്ള പ്രയോഗം ഭാസ്കരൻ മാഷിനെ നമ്മൾ മനസ്സുകൊണ്ട് പൂജിച്ചു പോകും, അല്ലേ? അത്രയും ഒരു മലയാളിത്വം അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അല്ലിയാമ്പൽ കടവ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കും. കേരളത്തിൽ എവിടെയും ആകാം, കുട്ടനാട് തന്നെ പോകണമെന്നില്ല, കേരളത്തിൽ എവിടെയും അല്ലിയാമ്പൽ കടവുണ്ട്, അല്ലേ? അതെ. ഈ അനഘസങ്കല്പ ഗായിക എന്നുള്ള പാട്ടോ, അത് അണിയറയില്ല പാട്ട്. അത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ എന്നോട് ഭാസ്കരൻ മാഷ് ഒരിക്കൽ പറഞ്ഞു, ഈ വയലാറെല്ലാം വളരെ സംസ്കൃത പ്രചുരമായ വാക്കുകളൊക്കെ പ്രയോഗിച്ച് പാട്ട് എഴുതുമ്പോൾ പിന്നെ പലരും എന്നോട് ചോദിച്ചു, മാഷിൻ്റെ പാട്ടുകൾ വളരെ ലളിതവും വയലാറിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ഇച്ചിരി കടുകട്ടിയുമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, അങ്ങനൊരു പാട്ട് വേണം എന്ന്. അപ്പോൾ ഇങ്ങനെ ഈ സിനിമയിൽ അതൊക്കെ നല്ല പ്രവണതകളാണ്. നമ്മളത് ഒരു മോശം പ്രവണതയായി. ഇപ്പം ദേവരാജ മാഷ് എന്നോട് പറഞ്ഞു, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാല എന്ന ഈ സെമി ക്ലാസിക്കൽ മ്യൂസിക്, അർത്ഥശാസ്ത്രീയ സംഗീതം പിന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്തപ്പോൾ അത്തരം പാട്ടുകൾ ഒക്കാത്തതിൽ എനിക്കും വിഷമമുണ്ട്. കാരണം പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയുമായി താരതമ്യം ചെയ്ത് ദേവരാജ മാഷ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടുകുടങ്ങിലെ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാർ എന്ന് പറയുന്ന പാട്ട് ചെയ്യാൻ അവസരം വന്നത്. അപ്പോൾ അത് ഒരു രാഗമാലികയായിട്ട് ഒരുപക്ഷെ പിന്നെ മറ്റതിനോടൊപ്പം നിൽക്കുന്ന തരത്തിൽ
ദേവരാജ മാഷി ചെയ്യും. ഈ അനഘസങ്കല്പ ഗായികയുടെ മ്യൂസിക്കും ദേവരാജ മാഷല്ലേ? ദേവരാജ മാഷ് അതിൽ വളരെ സട്ടിലായിട്ടാണല്ലോ അതെ അതെ. ആ ഒരു ഈ ദേവരാജ മാഷ് എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എപ്പോഴും പറയും. ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹം എൻ്റെ ഒരു വീട്ടിൽ തന്നെ ഒരു 4-5 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന പാട്ടിനെക്കുറിച്ചാണ്. പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവരെല്ലാം എഴുതി തരുന്ന വാക്കുകൾക്ക് ഞാൻ പൂ കൊണ്ടുള്ള ഒരു തലോടലാണ് കൊടുക്കുന്നത്. സംഗീതത്തിൻ്റെ പൂ കൊണ്ട് ഒരു തലോടൽ എങ്ങനെ നൽകുമോ അതുപോലെ സംഗീതത്തിൻ്റെ ഒരു സ്പർശം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. സംഗീതത്തിൻ്റെ ഒരു സ്പർശം. അത് താങ്കൾ പറഞ്ഞ അനഘസങ്കല്പ ഗായികയിലാണ് അതിൻ്റെ പൂർണ്ണത എത്തി നിൽക്കുന്നത്, അല്ലേ? കാരണം ഇത്രയും ഈ ലളിതമല്ല വാക്കുകൾ, പക്ഷെ ആ വാക്കുകളെ ഈ സംഗീതം കൊണ്ട് അദ്ദേഹം ലളിതമാക്കി തന്നു. അതെ അതെ. ഇപ്പം ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കൂ നീ നഗ്നപാതയായ അകത്ത്. ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ അതിലെ സംഗീതമാണ് നമ്മൾക്ക് അത് ഈ പറഞ്ഞ ആ ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരു പിക്ചർ തെളിയും, അല്ലേ? ഒരു വിഷ്വൽ. അതിന് ആ ദേവരാജൻ മാഷിൻ്റെ സംഗീതം വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ വന്നു. ഇപ്പോൾ റഫീഖ് അഹമ്മദ്, പ്രഭാവർമ്മ, ഹരിനാരായണൻ, അങ്ങനെ അവരിലേക്കെല്ലാം വന്നു. അതെ. പക്ഷെ ഇതിനിടയിൽ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് വന്ന ഒരു പാട്ടായിരുന്നു ലജ്ജാവതിയെ എൻ്റെ കള്ളക്കടക്കണ്ണിൽ. അന്ന് മാഷ അതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയുണ്ടായി. പക്ഷെ അത് ലോകം മുഴുവൻ ആ പാട്ട്. പക്ഷെ ആ പാട്ട് ഇന്ന് ആരെങ്കിലും പാടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ ഏതെങ്കിലും ഒരു കുട്ടി പാടുന്നുണ്ടോ? ഇല്ല. അതേസമയം 54 ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ നീലക്കുയിലെ പാട്ടുകൾ ഇന്നും 4-5 തലമുറ ആ പാട്ട് ഇറങ്ങിയിട്ട് എത്രയോ, പിന്നെ 54-ലാണ് ഇറങ്ങിയത്. എത്ര തലമുറ കഴിഞ്ഞിട്ടും ആ പാട്ട് കൊച്ചുകുട്ടികൾ, ആ കുട്ടികളുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ പാട്ടാണ്, പക്ഷേ എന്നും അതൊന്നും പാടുന്നു. അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാഴയിലെ ഈ പിന്നെ തൂക്കി തുവന്ന കരങ്ങളോടെ അങ്ങനെ ഒരു ഇറങ്ങിയ ചില പാട്ടുകൾ അങ്ങനെ ഇറങ്ങും. ഇപ്പം പിന്നെ കുറച്ച് കാലത്തേക്ക് മാത്രം അത് നിലനിൽക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് അത് പിന്നെ ആരും എന്ന് പറഞ്ഞാൽ ഈ ചില ഇപ്പം നമ്മളെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പൂന്തോട്ടത്തിൽ നമ്മളിരിക്കുന്നു, അവിടെ നിറയെ പൂക്കളുണ്ട്, ആ പൂക്കളുടെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നു, സുഗന്ധം ആസ്വദിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പട്ടി കിടന്ന് കുരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് അതിലേക്ക് തിരിയും. ഈ പൂക്കളുടെ മണവും പിന്നെ ഈ ഭംഗിയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ട് അത് ആ പട്ടി കുരയ്ക്കുന്നത് ശ്രദ്ധിക്കും, പക്ഷേ വീണ്ടും നമ്മൾ പൂക്കളിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ടാണ് ചില സംഗീതം ഒപ്പാരി ഇടുന്ന പോലെയാണ് അതെ. അല്ല, ഇപ്പോൾ ഈ അടുത്തിടെ വന്നതിൽ ഈ പാട്ടുകളുടെ ഭാഷാ ഉപയോഗത്തിൽ വളരെ മോശപ്പെട്ട പ്രവണത വന്നതായിട്ട് പറയാം. ഇപ്പോൾ ഒന്നാമത് ഇംഗ്ലീഷ് വാക്കുകൾ കയറ്റി ആണ് കൂടുതലും പാട്ടുകൾ സൃഷ്ടിക്കുക. അത് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇപ്പം ജൂലി ഐ ലവ് യു എന്നാണ് വയലാർ എഴുതിയത് ചട്ടക്കാരിയിൽ. അത് ആംഗ്ലോ ഇന്ത്യൻ്റെ പിന്നെ നായികയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് വയലാർ അങ്ങനെ പ്രയോഗിച്ചത്. ജൂലി ഐ ലവ് യു എന്നാണ് അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ എൻ്റെ ഗിറ്റാറിന് നിൻ്റെ ഗിറ്റാറിന് എത്ര കമ്പി എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഗിറ്റാർ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ അതിനകത്ത് കൊണ്ടുവന്നു. പക്ഷേ മലയാളിത്വം വരേണ്ട ഒരു പാട്ടിൽ വയലാർ ഒരിക്കലും അങ്ങനെ എഴുതില്ല. അവിടെയാണ് അവർ തമ്മിലുള്ള അനാവശ്യത്തിനും എല്ലാം ഇംഗ്ലീഷ് വാക്കുകൾ. അതെ 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 അതെ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ ഒരു പാട്ട് അതിരടി എന്ന് പറഞ്ഞ സിനിമയിലെ അതിരടി. ഇഫ് യു നോ യു നോ മിഴിച്ചാന്തൊഴിച്ചേ കുഴച്ചേ. എന്താണ് ഈ മിഴിച്ചാന്ത്? ആദ്യം ഇംഗ്ലീഷാണ്, അത് കഴിഞ്ഞ് മിഴിച്ചാന്തൊഴിച്ചേ കുഴച്ചേ ആൻഷി ചിരി കൊണ്ട് നനച്ചേ. ഇതാണ് ഇപ്പോഴത്തെ പാട്ട്. ഉറച്ചേ മനസ്സേൽ ഉറച്ചേ ഖനയടി അനുരാഗം. അല്ലിയാമ്പൽ കടവില പാട്ട് കണ്ടില്ലേ? അനുരാഗ കരിക്കിൻ വെള്ളം, അല്ലേ? അതെ. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്നാണ് യൂസഫ് അലി കേച്ചേരി പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു അനുരാഗത്തോട് അല്ലെങ്കിൽ പ്രണയത്തോട് ഒരു അടുപ്പം തോന്നിപ്പോ. നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഇപ്പോഴും. പക്ഷേ ഈ ഇത്തരം ഇപ്പോൾ റിയാലിറ്റി ഷോകളൊക്കെ ഇപ്പോഴും ചാനലുകളിലുണ്ട്. അതിൽ ഇപ്പോഴും കുട്ടികൾ പാടുന്നത് പഴയ പാട്ടുകളാണ്. കാരണം അതിനകത്ത് 2 കാരണങ്ങളാണ്. ഒന്നാമത് ഈ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാഹിത്യപരമായ മേന്മ, സംഗീതപരമായ ഗുണം, ഈ യേശുദാസിനെ പോലെ അല്ലെങ്കിൽ പി സുശീലയെ പോലെ അതിപ്രഗത്ഭരായ ഗായകർ പാടിയ
അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് മരിച്ച ജാനകിയെപ്പോലെ അതിപ്രഗത്ഭരായ ഗായകർ പാടിയ പാട്ടുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ചിത്രീകരണവും കൂടി നമ്മൾ കാണണം. ഇപ്പം പിന്നെ വിൻസെൻ്റ് മാഷ്, കെ എസ് സേതുമാധവൻ സാറ്, ഇവരൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഇപ്പം ത്രിവേണി എന്ന സിനിമ, അതിൽ നേരത്തെ പറഞ്ഞല്ലോ സംഗമം സംഗമം ത്രിവേണി അല്ലെങ്കിൽ പിന്നെ അതിലേത് പാട്ടെടുത്ത് നോക്കുക, അതിൻ്റെ ചിത്രീകരണത്തിലൊക്കെ അദ്ദേഹം ഓരോ ഇതിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ ഫ്രെയിമിലും ശ്രദ്ധിക്കും ഈ സംവിധായകർ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഈ എന്തൊക്കെയോ കുറേ ബഹളം സിനിമയിൽ അല്ലേ? അതെ. ഈ തമിഴ് രംഗത്ത് പക്ഷേ ഇതിനെക്കാട്ടി നല്ല പാട്ടുകൾ ഇപ്പോൾ ഇറങ്ങും. തമിഴിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇപ്പം എല്ലാ ഭാഷയും നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും തമിഴ് കുറെ കൂടെ മനസ്സിലാവുമല്ലോ. മലയാളം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഭാഷ തമിഴാണ്, നമ്മുടെ അയൽവക്കത്തെ ഭാഷ എന്നുള്ള നിലയിലാണ്. ഹിന്ദിയിലും നല്ല പാട്ടുകൾ ഉണ്ടാവുമെന്നാണ് ഹിന്ദി അറിയാവുന്നവരും പറയുന്നത്. കാരണം അർത്ഥവശാലും സംഗീതപരമായും ഇപ്പം തമിഴിലെ ശരിയാണ്, തമിഴിലെ നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഇളയരാജ അവിടെ ഒരു വലിയ യുഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് AR റഹ്മാൻ, അനിരുദ്ധ്, റഹ്മാൻ ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. ഉണ്ട്. റഹ്മാന്റെ പാട്ടുകളെ കുറിച്ച് എന്ത് പറയുന്നു? പണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പലതും ആഫ്രിക്കയിൽ നിന്ന് കോപ്പി അടിച്ചാണെന്ന് അല്ല, അത് ഞാനല്ല പറഞ്ഞത്. ഈ റഹ്മാൻ കാലാധിപത്യമായി നിൽക്കുന്ന ഒരു സിംബാബ്വേയിലെ ഒരു ഇന്ത്യൻ അംബാസഡർ നമ്മുടെ ഞാൻ താമസിക്കുന്ന കോളനിയിൽ ഒരു വിസിറ്റിന് വന്നത്. നമ്മുടെ ആനന്ദബോസ് സാറാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ മ്യൂസിക് ക്രിട്ടിക് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങളുടെ റഹ്മാൻ ഞങ്ങളുടെ പാട്ടുകളെല്ലാം അടിച്ചു മാറ്റുകയാണല്ലോ എന്ന്. എന്നിട്ട് അദ്ദേഹം ഈ ഒട്ടകത്തെ കെട്ടിക്കോ, ഈ റഹ്മാൻ്റെ ചില വളരെ സൂപ്പർ ഹിറ്റായ പാട്ടുകളെല്ലാം അതിൻ്റെ ആഫ്രിക്കൻ ഭാഷയിലുള്ള പാട്ടുകൾ പാടിത്തന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതിനെ പിന്നെ ഞങ്ങളുടെ കോളനിയിലുള്ള എല്ലാവരും ആനന്ദബോസ് സാറും ഒക്കെ സാക്ഷികളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ റഹ്മാൻ നല്ല പാട്ടുകളും ചെയ്തിട്ടുണ്ട്. ചിന്ന ചിന്ന ആശയ പോലുള്ള മെലഡിയുള്ള പാട്ടുകളും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സംഗീതം അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ഒരു പെട്ടെന്ന് ഒരു ക്യാച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, അങ്ങനെ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഇത്തരം പാട്ട്. ഇപ്പം പിന്നെ യോദ്ധയിലെ പാട്ട് തന്നെ, പടകാളി എന്ന് തുടങ്ങുന്ന പാട്ട്, ഒരു ആ ടൈപ്പ് പാട്ടെന്ന് പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ട്. ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം വരികൾ പോലെ തന്നെ അതിൻ്റെ ഈണവും പ്രധാനമാണല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള സംഗീത സംവിധായകരും അങ്ങനെയുള്ള ഗാനരചയിതാക്കളും അപ്രത്യക്ഷമായി, അല്ല അസ്തമിച്ചോ? ഞാൻ യേശുദാസുമായിട്ട് ഒരു പിന്നെ പരവൂര്, ഈ കൊല്ലം പരവൂര് ഒരു ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദാസേട്ടനാണ് അത് നിർവഹിച്ചത്. അപ്പോൾ അത് എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരാളാണ് അതിൻ്റെ പിന്നെ ഉടമസ്ഥൻ. അപ്പം എന്നെയും വിളിച്ചിരുന്നു ആശംസ പറയാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത്താഴം കഴിക്കാനായിട്ട് ഞാനും ദാസേട്ടനും മാത്രമായിട്ട് ഇരുന്നു. അപ്പോൾ ഈ അത്താഴം കഴിക്കുന്നതോടൊപ്പം 1 മണിക്കൂറോളം അവിടെ ഇരുന്ന് പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചു. ഈ പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞപ്പം പിന്നെ സംഗീത സംവിധായകരെന്നൊക്കെ ഞാൻ പ്രയോഗിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുതേ, ഇന്ന് സംഗീത സംവിധായകരില്ല, മ്യൂസിക് എൻജിനീയേഴ്സേ ഉള്ളൂ. ശരി. അതിലൊരു വലിയ സത്യം കുടിയിരിപ്പുണ്ട്. അദ്ദേഹം പറയുന്ന അദ്ദേഹം പറഞ്ഞ വാക്കാണെങ്കിൽ ജോൺസൺ മാസ്റ്ററോടൊപ്പം അതോടുകൂടി ഈ സംഗീത സംവിധായകരുടെ യുഗം അവസാനിച്ചു എന്ന്. കാരണം ജോൺസൺ, രവീന്ദ്രൻ ഇവരൊക്കെ ആയിരുന്നു സംഗീത സംവിധായകർ എന്ന് അദ്ദേഹം അംഗീകരിക്കുന്ന ആൾക്കാർ. അതിനുശേഷം വന്നവരെല്ലാം മ്യൂസിക് എൻജിനീയേഴ്സാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരു സംഗീത ഉപകരണം കൈകാര്യം ചെയ്യാൻ അറിയാം, വായ്ത്താരിയിലൂടെ പാട്ട് പാടി അവതരിപ്പിക്കാനുള്ള കഴിവില്ല. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇപ്പം ദേവരാജ മാഷ് ഹാർമോണിയത്തിൽ ഈ ഓരോ പാട്ടും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാടുന്നതോടൊപ്പം ഈ ഹാർമോണിയത്തിൽ വായിച്ചുകൊണ്ട് പാടുന്നത് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. MK അർജുനൻ പിന്നെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പഴയ ആൾക്കാരെല്ലാം അങ്ങനെയായിരുന്നു അവരുടെ രീതി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഗിറ്റാറോ അല്ലെങ്കിൽ അത് വയലിനോ എന്തോ കൊണ്ടുവന്നിട്ട് അതിൽ വായിച്ചു കൊടുക്കും ഈ ട്യൂണ്. അത് തന്നെ റെഡിമെയ്ഡ് ട്യൂണാണ്. പലപ്പോഴും ആ റെഡിമെയ്ഡ് ട്യൂണെന്ന് പറയുന്നത് അന്യഭാഷയിൽ ഇറങ്ങിയ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ നേരിട്ടല്ലെങ്കിലും പിന്നെ പരോക്ഷമായ അനുകരണമായിരിക്കും. ഇപ്പോൾ ഓണപ്പാട്ടുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അയ്യപ്പ ഭക്തി ഗാനങ്ങളും എല്ലാം കുറഞ്ഞോ? അയ്യപ്പ ഭക്തി ഗാനങ്ങളില്ല, ഇല്ല. അന്ന് തരംഗിണിയായിരുന്നു അതിൻ്റെ ഒരു പിന്നെ മൊണോപ്പൊളി എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ അയ്യപ്പൻ പിന്നെ നമ്മുടെ വൃശ്ചിക മാസം 1-ാം തീയതി ആകുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പൻ പാട്ടുകൾ ഇറങ്ങും. തരംഗിണിയുടെ 35 ഓളിയോ മറ്റോ ഇറങ്ങിയിട്ടുണ്ട് ആകെ കൂടെ. തരംഗിണി 36 ഓളിയം. 2016 ഏറ്റവും ഒടുവിൽ തരംഗിണിയിൽ നിന്ന് അയ്യപ്പ പാട്ടുകൾ വരുന്നത്. 36 വർഷം, അല്ലെങ്കിൽ ഒരു വർഷം തന്നെ ചിലപ്പോൾ 2 എണ്ണമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ 36 അയ്യപ്പൻ കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ട്.
ശരിക്കും മലയാളി ഇപ്പോഴും നല്ല പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ഇതുപോലെ അയ്യപ്പ ഭക്തി ഗാനമാണെങ്കിലും ഓണപ്പാട്ടുകൾ കേൾക്കാനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്ത് അതിനനുസരിച്ചുള്ള അവസരം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അല്ല, അതിന് അവസരം ഉണ്ടാകത്തതിന് പ്രധാന കാരണം ഈ സംവിധായകർ, സിനിമയിലാണെങ്കിൽ സംവിധായകർക്ക് ഭാഷ അറിയില്ല, സാഹിത്യം അറിയില്ല. പഴയ കാലത്ത് ഇപ്പം സേതുമാധവൻ സാറായാലും വിൻസെൻ്റ് മാഷായാലും PN മേനോനായാലും അല്ലെങ്കിൽ പഴയ കാലത്ത് ഏത് സംവിധായകരെ എടുത്തു നോക്കൂ, തോപ്പിൽ ഭാസി പോലും സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ സാഹിത്യത്തിൽ കൂടെ ജനിച്ച് വളർന്നവരാണ്, സാഹിത്യം കണ്ടും കേട്ടും വളർന്നവരാണ്. ഇപ്പോൾ രാമു കരിയാട്ട് ചെമ്മീൻ എടുത്തു. ആ ചെമ്മീൻ എടുക്കുമ്പോൾ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ നമ്മൾ എത്ര തവണ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുന്നത്. അതെ അതെ. കാരണം അതിൽ ഈ തകഴിയുടെ നോവലിൽ കടലൊരു കഥാപാത്രമേ അല്ല. പക്ഷേ രാമു കരിയാട്ടെന്ന് പറയുന്ന സംവിധായകൻ അതിനെ സിനിമയാക്കിയപ്പോൾ അതിൽ കടലൊരു കഥാപാത്രമാണ്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഏത് വിഷ്വലിലും ഏത് ദൃശ്യത്തിലും കടൽ ഇല്ലാതില്ല. കടലിൻ്റെ പശ്ചാത്തലം ആദ്യന്തം നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് എൻ്റെ ഗുണം. പിന്നെ അതിൽ പിന്നെ അഭിനയിച്ചവർ ആരാണ് മോശം എന്ന് പറയാൻ എല്ലാ സാങ്കേതിക വിദഗ്ധരടക്കം എല്ലാം വലിയ ടീമായിരുന്നു. അതെ, അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമുക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത്. അതെ അതെ. പക്ഷെ മലയാളികളുടെ ആ ഒരു ടേസ്റ്റ്, പാട്ടിനോടുള്ള അഭിരുചി, അതൊന്നും ഒരു രീതിയിലും കുറയാതിരിക്കെ ഈ ഒരു മലയാള ചലച്ചിത്ര രംഗം അതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് വളരെ നിർഭാഗ്യകരമല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഒരു കാലം നല്ലൊരു പഴയ ഇതിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ എഴുതി തുടങ്ങുന്ന കാലത്ത് ഇപ്പോൾ ഏതാണ്ട് 50 വർഷമായിട്ട് പാട്ടുകളെക്കുറിച്ച് എഴുതുന്ന ഒരാളാണ്, അറിയാമല്ലോ. ഞാൻ ഇവിടെ തന്നെ അന്ന് 50 വർഷം അതിൻ്റെ ആ സമയത്താണ് ഇവിടെ വന്നത്. അതെ. അപ്പോൾ പിന്നെ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഞാൻ ബിച്ചു തിരുമലയും അല്ലെങ്കിൽ പിന്നെ ആ കാലത്ത് വന്ന കൈതപ്പുറം, ഗിരീഷ് പുത്തൻ, ഇവരെയൊക്കെ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പിന്നെ തുടക്കകാലത്ത് ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ വിമർശിച്ചതെന്ന് വെച്ചാൽ അപ്പം അവരൊക്കെ ഇപ്പം ഏതെങ്കിലും ഒരു അപകടമേ അല്ലെങ്കിൽ ഒരു പാട്ടിലൊരു 5 തെറ്റ് അല്ലെങ്കിൽ 4 തെറ്റ് ഒക്കെ വരുത്തിയിരുന്നുള്ളൂ. അപ്പോൾ അത് നന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്, അല്ലാതെ നമ്മൾ ഇത് അവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയല്ല അങ്ങനെ പറയുന്നത്. കാരണം അവർക്ക് ഒരു പ്രയോഗം തെറ്റിപ്പോയി, അപ്പോൾ അത് ഇനി കറക്റ്റ് ചെയ്യണം. അത് പിന്നെ ബിജു തിരുമലയൊക്കെ പരസ്യമായിട്ട് എനിക്ക് തെറ്റിപ്പോയതാണെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അതേസമയം ഇപ്പോഴങ്ങനെയല്ല, അങ്ങനെ പോലും പറയാനില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ, ചില വരികൾ കേട്ടാൽ നമുക്ക് എന്താണെന്ന് പോലും പറയാനൊക്കാത്ത ഇതാ ഒരു പാട്ട് ഞാൻ പറയാം. പ്രകമ്പനം എന്ന സിനിമയിലാണ്. അതിൻ്റെ ആ പാട്ടിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ തള്ള വൈബ് എന്നാണ്. തള്ള വൈബ്, തന്ത വൈബ് നമ്മളിപ്പം വളരെ ഇതായിരുന്നല്ലോ. ഒരു മന്ത്ര നീ തന്ത്ര നീ കത്തിത്തുടങ്ങി. ഇത് കേട്ടിട്ട് എന്താണ് പറയേണ്ടത്? ഒരു വമ്പത്തി കൊമ്പത്തി മണ്ണിൽ ഇറങ്ങി. ഇതാണ് പാട്ടിൻ്റെ തുടക്കം. എട് പിണ്ണ തൈലം പുരട്ടിടാം കുമുകുമേ. ഇതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ നമ്മളാണ് നാറിപ്പോകുന്നത്. രാമനാമം ജപിച്ചിടാം തുരുതുരെ. അടുത്ത വരി. വിമർശിക്കാനുള്ള ഒരു 0.1% പോലും ഒരു ക്വാളിറ്റി വരികൾക്കില്ല. ഇത് അവർ പറയുന്നത് ആ സിനിമയ്ക്ക് ചേർന്നതാണ്. സിനിമയ്ക്ക് ചേർന്ന പാട്ടുകൾ തന്നെയാണ് നമ്മുടെ ബാലൻ മുതൽ ഇങ്ങോട്ട്. ഇപ്പോൾ 1938 ബാലൻ ഇറങ്ങിയ കാലം മുതൽ ഇന്നലെ ഇറങ്ങിയ ഈ സിനിമ വരെ അല്ലേ? അതെ. ഇപ്പം നമ്മൾ കേരള എന്നുള്ളത് കേരളമായി. ഇപ്പം അന്നേരം അതിനെ ചൊല്ലിയൊരു വിവാദം ഉണ്ടായി. അതെ, കേരളം കേളികൊട്ട് കേരളം. അതെ, കേളി കദംബം പൂക്കും കേരളം. അതിന് ശ്രീകുമാരൻ തമ്പി എഴുതിയാണല്ലേ? അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. അത് ഒരു പക്ഷേ പിന്നെ സുരേഷ് ഗോപിക്ക് പെട്ടെന്ന് പേര് വിട്ടുപോയതാവാം. അദ്ദേഹം പക്ഷേ മഹാകവി എന്നൊക്കെ പറഞ്ഞു. പേര് വിട്ടുപോയത് പക്ഷെ വിടാൻ പാടില്ലായിരുന്നു. കാരണം അത് ദേവരാജ മാഷിൻ്റെയും യേശുദാസിൻ്റെയും പേര് അദ്ദേഹം അവിടെ പറഞ്ഞു, ലോക്സഭയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇപ്പം പഴയ കാലത്ത് എഴുത്താണ് ആദ്യം, ഗാനരചനയാണ് ആദ്യം. പാട്ട് എഴുതി കൊടുത്തിട്ട് അത് കണ്ടിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. ദേവരാജ മാഷാണ് അത് ട്യൂൺ ചെയ്തേക്കുന്നത്. ഈ മനോഹരമായ പാട്ട് എഴുതി കൊടുത്തതിന് ശേഷം ദേവരാജ മാഷ് ട്യൂൺ ചെയ്തു. അപ്പോൾ ആ എഴുതിയ ആളിൻ്റെ പേര് അറിഞ്ഞോ അറിയാതെ ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രം പറയുമ്പോൾ ആ എഴുത്തുകാരന് സ്വാഭാവികമായിട്ടും വൈഷമ്യം തോന്നും. അതാണ് സ്വാഭാവികമായിട്ടുണ്ടായത്. അതെ, അതൊരു ശരിക്കും പിന്നെ അദ്ദേഹം പറയണം എനിക്ക് വിട്ടുപോയതാണ് എന്ന് ശ്രീകുമാരൻ തമ്പിയോട് ഒരു ക്ഷമ നടത്തേണ്ട ഒരു ബാധ്യത സുരേഷ് ഗോപിക്കുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കാം അല്ലെങ്കിൽ ഉയർന്ന നേതാവായിരിക്കാം.
എങ്കിലും പറയുമ്പം ഒരു പിന്നെ മര്യാദയുടെ പേരിൽ പറയാം. ഞാൻ വിട്ടുപോയതാണ്, ക്ഷമ ചോദിക്കും. കാരണം ശ്രീകുമാരൻ തമ്പി ഇപ്പം ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമൂത്ത അതെ പിന്നെ ഗാനരചയിതാവാണ് മലയാളത്തിൽ. അതെ ആ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെ എക്കാലത്തെയും മികച്ച ഗാനരചയിതാക്കളുടെ ഒരാളുമാണ്. അതുമാണ്. അതെ, അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ പേര് വിടുക എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പം തന്നെ ദാസേട്ടൻ യേശുദാസ് അമേരിക്കയിലാണ്. ഇപ്പം തന്നെ KS ചിത്ര, അങ്ങനെ MG ശ്രീകുമാർ, ഇവരൊക്കെ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവർക്കുമൊക്കെ ഇവരെ പോലുള്ള അനുഗ്രഹീത ഗായകർക്ക് നല്ല ഗാനങ്ങൾ ഇന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. ഇപ്പോൾ ഈ പിന്നെ തുടക്കം എന്ന് പറഞ്ഞൊരു സിനിമ വന്നല്ലോ ഇപ്പം, മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അഭിനയിച്ച സിനിമ. ആ സിനിമയിൽ 2 പാട്ടുണ്ട്. അതിൽ ഒരു പാട്ട് ചിത്ര ഉൾപ്പെടെ 5ഓ 6ഓ പേര് പാടിയതാണ്. ശരി. അപ്പം ചിത്രയ്ക്ക് പോലും അങ്ങനെയുള്ള പാട്ടുകളാണ് ഇന്ന് കിട്ടുന്നത്. ചിത്രയുടെ ഒരു 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 ഇപ്പം ചിത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള ഗായികയാണ് ചിത്ര, അല്ലേ? ലതാ മങ്കേഷ്കർക്ക് പോലും അത്രയും കിട്ടിയിട്ടില്ല. ആ, അപ്പം അങ്ങനെയുള്ള KS ചിത്രയെ ഈ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ചിത്ര അങ്ങനെയുള്ള പാട്ടുകൾ പാടരുതായിരുന്നു എന്നാണ്. കാരണം ഒരു ഗ്രൂപ്പ് സോങ്ങിന് എന്തിനാണ് ചിത്രയുടെ ആവശ്യം? ഇപ്പോൾ സഖാക്കളെ മുന്നോട്ടെന്നുള്ള നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്ന അങ്ങനെയാവാം. അതെ, അതാണ് സഖാക്കളെ മുന്നോട്ട് എന്ന് പറയുന്ന പാട്ട്. ഇപ്പോൾ യേശുദാസ് പാടി, അതൊരു സംഘഗാനം. ഒരുപാട് സംഘഗാനങ്ങളിൽ യേശുദാസിൽ ഇപ്പം കുട്ടനാടൻ പുഞ്ചയിലെ എന്ന് പറയാം. പക്ഷെ അത് യേശുദാസിൻ്റെ ശബ്ദമാണ് അതിൽ മുന്തി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് അപ്പോഴും യേശുദാസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംഗീത സംവിധായകർ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഈ കൂട്ടത്തിലൊരാൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രയാസം. ഈ പിന്നെ മികച്ച ഗായകനോ ഗായികയോ കൂട്ടത്തിലൊരാളാക്കി മാറ്റുമ്പോൾ പ്രമുഖ സംഗീത സംവിധായകർക്ക് അവസരം കുറഞ്ഞെന്ന് തോന്നുന്നു. M ജയചന്ദ്രൻ അടക്കം. അതെ, സംഗീത സംവിധായകർക്കില്ല. കാരണം അവർക്കും ഈ മെലഡി സൃഷ്ടിക്കുന്ന സംഗീത സംവിധായകരൊന്നും ഇന്ന് നിലനിൽപ്പില്ലാത്ത അവസ്ഥയായി. ഇപ്പം ഏറ്റവും ഡിമാൻഡ് എനിക്ക് തോന്നുന്നു സുഷിൻ ശ്യാം, JX ബിജോയ് ഇവർക്കൊക്കെയാണെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ അവരുടെ ഒന്നും പാട്ട് നമുക്ക് ഈ എന്താ പറയുക, കാലാതീതമല്ല. കാലത്തിന് ഇപ്പം ജയചന്ദ്രൻ പിന്നെ M ജയചന്ദ്രൻ ചെയ്ത എത്രയോ നല്ല പാട്ടുകൾ ഇപ്പോഴും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞവരുടെ എത്ര പാട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഒരു കാലത്തിനതീതമായി നിൽക്കുന്നുണ്ട്, ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, മനസ്സിൽ പതിഞ്ഞ് നിൽക്കുന്നില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ വരട്ടെ. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ ആശംസ. നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ.